ദുരന്തമുഖത്ത് കേരളത്തിന്റെ ചേർത്തുനിർത്തലാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ചൊല്ലി ഈ വ്യാജ പ്രചരണങ്ങളെല്ലാം ശക്തമാണ്. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുന്നവർ നിരവധിയാണ്. ഈ തൃശൂർ ജില്ലാ കളക്ടറേറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ 2 കുരുന്നുകൾ എത്തിയിട്ടുണ്ട്. അതിൽ കുടുക്കയിൽ സ്വരുക്കൂട്ടിയ പൈസയുണ്ട്. ഇത് അർണവ് 2 വർഷമായി സൈക്കിൾ വാങ്ങുന്നതിന് വേണ്ടി കുടുക്കയിൽ നിക്ഷേപിച്ച ചെറിയ തുകയുമായി ജില്ലാ കളക്ടർ അടുത്തേക്ക് എത്തിയതാണ്. ഇത് ദിയ പിറന്നാളിന് വേണ്ടി പിറന്നാൾ സമ്മാനമൊക്കെ ആയിട്ടും അതുപോലെ തന്നെ പിറന്നാളിന് ചിലവഴിക്കുന്നതിന് വേണ്ടി സ്വരുക്കൂട്ടിയ പണം അതും കളക്ടർക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് എത്തിയത്. മോനെ, ഈ ചെറിയ കുടുക്കയായിരുന്നല്ലേ, എന്തിനു വേണ്ടിയാ മോനെ പൈസ സ്വരുക്കൂട്ടിയത്? ഞാൻ വയനാട്ടിലത്തെ ആൾക്കാരിനെ കണ്ടപ്പോ എനിക്ക് വിഷമായി, അതുകൊണ്ട് അണ്ണൻ കൊടുത്തത്. എന്തിനായിരുന്നു മോൻ കുടുക്കയിൽ പൈസ ഇട്ടിരുന്നത്? ഞാനൊരു സൈക്കിൾ മേടിക്കാൻ. എത്ര വർഷമായി പൈസ ഇട്ടിട്ട്? ഒരു 2 കൊല്ലം. സൈക്കിൾ വാങ്ങാനായിരുന്നു ആഗ്രഹം. അതിലും വലുത് വയനാട് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോ. അവരെ കണ്ടപ്പോ സങ്കടമായോ? സങ്കടം കൊണ്ടാണല്ലേ? 200 പേര് മരിച്ചു അല്ലേ? അപ്പൊ സങ്കടം തോന്നിയില്ലേ ഇത് കണ്ടപ്പോ? ഇതാണ് ദിയമോള് എന്തിനായിരുന്നു ഈ പൈസ സ്വരുക്കൂട്ടി വെച്ചിരുന്നത്? ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് പൈസ വെച്ചത്. എത്ര രൂപ കൊടുത്തു മോള്? 25,000. ചെക്കായിരുന്നു അല്ലേ? വയനാട്ടിൽ അവരുടെ അവസ്ഥ കണ്ടപ്പോ സങ്കടം തോന്നി? സങ്കടം തോന്നിയപ്പോഴാണ് ഇത് കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. അങ്ങനെ കൊടുത്തതാണ്. എന്തായാലും ഇങ്ങനെ തന്നെയാണ്. നാടിന് തന്നെ മാതൃകയാവാവുന്ന ഒരു പ്രവൃത്തിയാണ് ഈ 2 കുരുന്നുകളും ചെയ്തിരിക്കുന്നത്. ഇത് പലർക്കും മാതൃകയാവട്ടെ. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24.